എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കിഴി അപ്ഡേറ്റ്സ് ആണ്. കറക്റ്റ് അപ്ഡേറ്റ്സ് തെണ്ടി നീ ഇപ്പൊ കൊക്കിയത് അപ്ഡേറ്റ്സ് തന്നെയാണ്. നീ പറയുന്ന കള്ളല്ലാന്ന് തെളിഞ്ഞേക്കല്ലടാ. ശരിയാണല്ലോ. താങ്ക് യു. എന്താണെങ്കിലും നമ്മള് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്ന പോലെ തന്നെ 2024 നമ്മുടെ മലയാള നായകന്മാരുടെ വരാനിരിക്കുന്ന സിനിമകളും നമ്മളെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമകളും ഏതൊക്കെയാണെന്നാണ് പറഞ്ഞു വരുന്നത്. മലയാള സിനിമകൾ അതിനകത്ത് ഒരുപാട് പേരുടെ പേര് കഴിഞ്ഞു. ഇനി ഒരുപാട് പേര് ഒരു ലിസ്റ്റ് തന്നെ ഇനിയും ഉണ്ട് പറയാൻ, ഇഷ്ടം പോലെ. നമുക്ക് തുടക്കം ജോജു ജോർജിൽ തന്നെ പിടിക്കാം. ജോജു ജോർജിന്റെ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുള്ള സിനിമ പണി. ഇത് ബോക്സ് ഓഫീസിന് പണിയാകുമോ, നമുക്ക് പണിയാകുമോ, ആർക്കാണ് പണിയാകുക അറിഞ്ഞൂടാ. പക്ഷെ പ്രതീക്ഷയുള്ള സിനിമയാണ്. കാരണം ജോജു ജോർജ് അത് തന്നെയാണ് കാരണം. ആള് ഡയറക്റ്റ് ചെയ്ത് ആള് തന്നെ നായകനായിട്ട് അഭിനയിക്കുന്ന സിനിമ. അതെ, ആദ്യത്തെ സംവിധാന സംരംഭമാണ് പണി. നല്ല പേര് പണി. അതെ, പണി നന്നായിട്ട് എടുക്കണേ, നല്ല പണി എടുക്കണേ, അല്ലെങ്കിൽ ആ ഒരു ഔട്ട് വരില്ല. സത്യം കേട്ടോ. എന്താണെങ്കിലും അടുത്തത് ഷെയ്ൻ നിഗം, നമ്മുടെ മുത്ത് ചങ്ക്. ഏതായിരുന്നു സിനിമ? ലിറ്റിൽ ഹേർട്സ്. സാന്ദ്ര തോമസ് ആളാണ് പ്രൊഡ്യൂസർ. ചെറിയ ഹൃദയം ആയതുകൊണ്ട് ആലോചിച്ചെടുക്കാൻ ഇച്ചിരി. അതായത് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതായത് സിനിമയിൽ നായകനായി വരുന്നത് നമ്മുടെ RDXലെ റോബർട്ട്. നായികയായിട്ട് വരുന്നത് ആരാ? ആ കഥാപാത്രത്തിൽ പെട്ടല്ല. ഞാൻ പറഞ്ഞോട്ടെ, എനിക്കാണെങ്കിൽ ഓർമ്മയില്ല. അത് പറഞ്ഞോട്ടെ എഴുതിയിരിക്കുന്നത് വിട്ടു. നായികയുടെ പേരെന്താ? കുടിക്ക മാട്ടെ എന്നെ എന്നാ ചെയ്യൂവേ. ആ പാട്ട് പാടി ടിക്ടോക്കിൽ വൈറലായ പെൺകുട്ടി എന്താ നമ്പ്യാറാ? ഷോ 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 നമ്പ്യാരാണ്. അതാണ് നമ്പ്യാര് കുട്ടിയാ. അല്ല, ആളുടെ പേരൊന്നും അറിഞ്ഞില്ല, വേറെന്തോ പേരായിരുന്നു. ഓക്കെ, എന്തായാലും ഇവർ രണ്ടുപേരും RDXന് ശേഷം ഒരുമിക്കുന്ന സിനിമ, നായകന്മാരായിട്ട് വരുന്ന സിനിമ. എന്താണെങ്കിലും സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത് ആൻഡോ ജോസ് പെരേരയും എബി ത്രിസാപ്പോളും രണ്ടുപേരും കേട്ടോ. ഓക്കെ, 2024 പ്രതീക്ഷയുള്ള ഷെയ്ൻ നിഗം സിനിമ. പിന്നെ ഇനിയിപ്പോ ഒരുപാട് സിനിമകൾ വരാനുണ്ടാവാം, ലിസ്റ്റിൽ കുറെ ഉണ്ടാവുമായിരിക്കും കേട്ടോ. എന്തായാലും നമുക്ക് ഈ ഒരു സിനിമ ചെറിയൊരു പ്രതീക്ഷ ഉണ്ട്. കാരണം ഒരു ഫീൽ ഗുഡ് മൂവി, ആ രീതിയിലൊരു അപ്രോച്ചാണ് ഈ സിനിമക്കുള്ളത്. എന്തായാലും അടുത്തത് ഉണ്ണി മുകുന്ദൻ. ഏതായിരിക്കും നിങ്ങൾ പറ? ഏതായിരിക്കും ഉണ്ണി മുകുന്ദൻ്റെത്? പലർക്കും പലതായിരിക്കും. ഞങ്ങൾക്ക് മാർക്കോ ഹനീഫ് അദേനി സിനിമ. അതായത് നമ്മുടെ മിഖായൽ സിനിമയിലെ ആ ക്യാരക്ടർ ഉണ്ടല്ലോ, വില്ലൻ ക്യാരക്ടർ, ആളുടെ ഹീറോയിസം കാണിക്കുന്ന സിനിമ. അതാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്ന സിനിമ. അതെ, അത് നല്ല സ്റ്റൈലിഷ് മൂവി. അതാണ് അതിന്റെ ആ ഒരു ക്യാരക്ടറിന്റെ ഒരു ലുക്കും അതിന്റെ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ ഭീകരമായിരുന്നു. ആ ഒരു സംഭവം സിനിമ സെപ്പറേറ്റ് വരുമ്പോൾ അത് തന്നെയാണ് നമ്മളെ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത്. അതിൽ ഒരൊറ്റ സാധനം ഒഴിവാക്കണം, തീയുണ്ടയും പിന്നെ കൊണ്ട് വട്ടിട്ടുള്ളൊരു സാധനം ഉണ്ടല്ലോ, അത് സത്യം. അത് ഒഴിവാക്കി കഴിഞ്ഞാൽ, ആ കളി ഒഴിവാക്കി കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും. എന്തായാലും ഹനീഫ് അദേനി സിനിമ മോശമാവില്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷെ ബോസാൻകോ മോശമായി, വലിയൊരു മോശം തന്നെയായിരുന്നു. എന്താണെങ്കിലും പ്രതീക്ഷയുണ്ട് കേട്ടോ. അത് ഉണ്ണിമുകുന്ദൻ സിനിമയിൽ കുറച്ച് ആക്ഷനൊക്കെ എന്തായാലും കൂടുതൽ കാണിക്കുന്നുണ്ടാവും മാർക്കോയിലേക്ക് വരുമ്പോൾ. അത് നമ്മൾ ഒരുപാട് കാത്തിരിക്കുന്നത് തന്നെയാണ്. ആളുടെ ആക്ഷൻ ഇതൊക്കെ എന്താ പറയാ, വേറെ ലെവലായിരിക്കും. എന്താണെങ്കിലും അടുത്തത് നമ്മുടെ പൃഥ്വിരാജ്. ഒരൊറ്റ ഉത്തരവുള്ളൂ പൃഥ്വിരാജ് സിനിമയ്ക്ക്. സംഭവം ഇഷ്ടം പോലെ സിനിമകൾ വരാനുണ്ട്. അതുണ്ട്, പക്ഷെ അതിനൊരു പ്രത്യേകത ഉണ്ട്. അതായത് 2024 കാത്തിരിക്കുന്ന ഏറ്റവും പ്രതീക്ഷയുള്ള സിനിമകളിൽ ഒന്നാണ് ഈ സിനിമ. സത്യം. പക്ഷേ അത് കഴിഞ്ഞ വർഷം നമുക്ക് 2023 നമ്മൾ കാത്തിരുന്ന ഏറ്റവും വലിയ സിനിമകളിൽ ഒന്നായിരുന്നു. അതിനു മുൻപ് 2022 കാത്തിരുന്ന വലിയ സിനിമയാണ്. ശരിക്കും ഇത് അനൗൺസ് ചെയ്ത് ഷൂട്ട് തുടങ്ങിയ കാലം മുതൽ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ്. അങ്ങനെ സിനിമകൾ വളരെ ചുരുക്കമായിരിക്കും. ഇപ്പൊ മലയക്കോട്ടെ വാലിബൻ അതുപോലെയായിരുന്നു. നമ്മള് അത് അനൗൺസ് ചെയ്ത കാലം മുതൽ നമ്മൾ കാത്തിരിക്കുന്ന സിനിമ. പക്ഷെ ഇത്രത്തോളം സമയം, അതെ, ഇത്രയും ഗ്യാപ്പ് വന്നിട്ടില്ല. ഇത് ശരിക്കും ഭയങ്കരമായിട്ട് കാത്തിരിക്കുന്ന സിനിമ തന്നെയാണ്. ഒരു ഡയറക്ടറും ഒരു നടനും ഇത്രത്തോളം കാത്തിരുന്ന് അല്ലെങ്കിൽ ഇത്രത്തോളം പണിയെടുത്ത് സമയം എടുത്ത് പണിയെടുത്ത ഒരു സിനിമ ഉണ്ടാവില്ല. ആടുജീവിതം. ബ്ലസ്സി. അതെ, ഇത് തന്നെയാണ് പൃഥ്വിരാജിന്റെ നമ്മൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന സിനിമ. ആളുടെ കരിയറിൽ തന്നെ ഏറ്റവും വലുതായിരിക്കും എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ. തീർച്ചയായിട്ടും. അടുത്തത് ബേസിൽ ജോസഫ്. ജനപ്രിയ നായകനായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സ്വന്തം ബേസിൽ.
ബേസിലിൻ്റെ ഒരുപാട് സിനിമകൾ വരാനുണ്ട്. അതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുള്ള സിനിമ, ആൾക്കൊരു വമ്പൻ ഹിറ്റ് ഒരുക്കിയ ജയ 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 ഹേ എന്ന സിനിമ കൊടുത്ത ബിപിൻ ദാസ് സംവിധാനം ചെയ്യുന്ന ഗുരുവായൂർ അമ്പലനടയിൽ. ശരിയാണ്. ഇത് ശരിക്കും ബേസിൽ ജോസഫിന് മാത്രമല്ല, അങ്ങനെ പറഞ്ഞാൽ പോരാ, പൃഥ്വിരാജിന്റെ രണ്ടുപേരുടെ സിനിമയാണ്. പക്ഷെ നമ്മൾ ബേസിലിന്റെ സിനിമ ഏതാ കാത്തിരിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതുണ്ട്, വർഷങ്ങൾക്ക് ശേഷങ്ങളൊക്കെ ഉണ്ട്, അവർക്ക് ടീമായിട്ട് വരുന്നതാണ്. പക്ഷെ സെപ്പറേറ്റ് ഒരു പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമ ഗുരുവായൂർ അമ്പലനടയിൽ. എന്തായാലും ഷൂട്ടൊക്കെ ഭയങ്കരമായിട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും പെട്ടെന്ന് തന്നെ നടക്കട്ടെ. അടുത്തത് മാത്യു തോമസ്. ചെറുകൻ വിടും നല്ല കളി, ചെറുകൻ തമിഴിലും ഇന്റർനാഷണൽ ലെവലിലേക്കൊക്കെ നമുക്ക് കൊണ്ടുപോകും. അങ്ങനെ ആവട്ടെ, അതാണല്ലോ അതിന്റെ ഒരു പവർ. അതെ, പക്ഷെ മലയാളം മറന്നിട്ടില്ല, മലയാളത്തില് ഓരോന്ന് ചെയ്യുന്നുണ്ട്. വളരെ പ്രതീക്ഷയുള്ള ഒരുപാട് സിനിമകൾ. നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമ ലവ്ലി. ദിലീഷ് കരുണാകരനാണ് സിനിമ ഡയറക്ട് ചെയ്യുന്നത്. നമുക്ക് എന്താ പറയാ, ഇതിനൊരു പ്രത്യേകത ഉണ്ട്. അതായത് നമ്മുടെ ഈച്ച സിനിമ അല്ലേ SS രാജമൗലി ചെയ്ത, അതുപോലെ പ്രതീക്ഷയുള്ള ഒരു ഈച്ചയുടെ, അതുപോലെ മാത്യു ചെയ്യുന്ന ഒരു ക്യാരക്ടറും തമ്മിലുള്ള ഒരു ബന്ധം കാണിക്കുന്ന എന്തോ ഒരു സിനിമയാണെന്നുള്ളതാണ്. ഒരു ഫിക്ഷൻ മൂവിയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു പ്രതീക്ഷ ഉണ്ട് ആ സിനിമക്ക്. ഇതിന്റെ ഫസ്റ്റ് ലുക്ക് കണ്ടപ്പോഴാണ് നമുക്ക് പ്രതീക്ഷ കുറച്ച് കൂടിയത്. കാരണം ഈ ഈച്ചന്റെ കണ്ണും കൊണ്ടും ആ ഒരു സെറ്റപ്പ് കണ്ടപ്പോഴാണ് നമ്മൾ മറ്റേ ഈച്ച സിനിമയിലേക്ക് പോയത്. അത് അത്രയും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ്. നല്ല പെർഫെക്റ്റ് വർക്ക് ആവണം, നല്ല സിനിമയായിട്ട് തന്നെ വരും ലവ്ലി. ഇത് മറ്റേ നമ്മുടെ ഇയാള് റോജിൻ തോമസ് പറഞ്ഞ പോലെ പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഇഷ്ടം പോലെ ആൾക്കാർ മലയാളത്തിൽ അപ്പുറത്തോട്ട് അന്വേഷിച്ച് പോകുമ്പോഴാണ്, അല്ലെങ്കിൽ കൂടുതൽ മുടക്കി പോകണം എന്ന് വിചാരിക്കുമ്പോഴാണ് ബഡ്ജറ്റ് കൂടുന്ന സിനിമ. അല്ലാണ്ട് തന്നെ കേരളത്തിൽ തന്നെ ഒരുപാട് പയ്യന്മാരുണ്ടെന്ന്. എന്തിന് നമ്മൾ ഓരോ വീഡിയോസ് നമ്മൾ തന്നെ കണ്ടിട്ട് ഞെട്ടാറില്ലേ. എന്തായാലും നല്ല സിനിമയാവുന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ. തീർച്ചയായിട്ടും ലവ്ലി. ഇനി എന്തായാലും മാത്യുവിന്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ കൂടെ പറയേണ്ട ഒരു പേരാണ് രണ്ടുപേരും. ഒന്നാണല്ലോ, നമുക്ക് ഇടവും വലവും പോലെ തന്നെയാണ്. ഓക്കെ, എന്തായാലും നെസ്ലന്റെ പ്രതീക്ഷയുള്ള സിനിമ പ്രേമലു. ഗിരീഷ് ഷേഡി സംവിധാനം ചെയ്യുന്ന സിനിമ. ഒരുപാട് ഹിറ്റുകൾ കൊടുത്ത സംവിധായകനാണ് ആള്. വീണ്ടും നെസ്ലന്റെ കൂടെ വരുന്നു. പ്രേമലു നായികയായിട്ട് വരുന്ന സിനിമ. ഓക്കെ, ഇനി ഷൈൻ ടോം ചാക്കോ. നമ്മള് ധ്യാൻ ശ്രീനിവാസനെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഒരു വർഷം ഏറ്റവും കൂടുതൽ സിനിമകൾ ചെയ്യുന്ന ആൾക്കാരിൽ ഒരാളാണ് ശരിക്കും ഷൈൻ ടോം ചാക്കോ. എല്ലാത്തിലും ഏത് സിനിമ എടുത്ത് നോക്കിയാലും. അതായത് അച്ചാറ് പോലെയാണ്. ബിരിയാണി വിളമ്പി അതിലുണ്ടാവും, ചോറ് നെയ്ച്ചോറാണെങ്കിൽ അത് എല്ലാത്തിലും ഉണ്ടാവും, ഏതിലും ഉണ്ടാവും, ഒരു സൈഡായിട്ടൊക്കെ. എന്താണെങ്കിലും ആളുടെ നായകനായിട്ട് വരുന്ന സിനിമ തന്നെയാണ് നമ്മളും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കമൽ സംവിധാനം ചെയ്യാൻ പോകുന്ന സിനിമ. കമൽ എന്ന് പറഞ്ഞ ഡയറക്ടർ നമുക്കറിയാം കുറെ ഗ്യാപ്പുകൾക്ക് ശേഷം തിരിച്ചു ഡയറക്ഷനിലേക്ക് വന്നേക്കുന്ന ഒരു സിനിമയാണ്. വിവേകാനന്ദൻ വൈറലാണ്. സിനിമയും വൈറലാവട്ടെ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമ്മളും അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്, വൈറലായിട്ട് മാറട്ടെ. അതെ, അതായത് ആളുടെ കൂടെ ഒരുപാട് നടിമാരുണ്ടല്ലേ, അങ്ങനെയുള്ളൊരു കഥയാണെന്ന് തോന്നുന്നു. നായിക പ്രാധാന്യം തന്നെയാണ് തോന്നുന്നു. അതെ, അതായത് ആളൊരു കോഴിയാണോന്നൊരു സംശയം ഉണ്ട്. എന്തായാലും ആളുടെ കൂടെ അഭിനയിക്കുന്നത് ഒന്ന് സ്വാസിക, പിന്നെ ഗ്രേസ് ആന്റണി, പിന്നെ മറീന. അപ്പം എന്തായാലും ഒരു വെറൈറ്റി സിനിമ ആവട്ടെ. എന്തായാലും പ്രതീക്ഷ ഉണ്ട് കേട്ടോ, ഒരുപാട് കാത്തിരിക്കാം. യെസ്. ഇനി അർജുൻ അശോകൻ്റെ ഒരുപാട് സിനിമകൾ വരാനുണ്ട്. അതിലേറ്റവും കൂടുതൽ പ്രതീക്ഷയുള്ള സിനിമ ഭ്രമയുഗം. ഭ്രമയുഗം സിനിമയിൽ നായകവേഷം എന്ന രീതിയിൽ തന്നെ വേണമെങ്കിൽ പറയാം അർജുൻ അശോകൻ്റെ കഥാപാത്രം. അതായത് മമ്മൂക്കയ്ക്കും അർജുൻ അശോകനും ഒരുപോലെ പ്രാധാന്യമുള്ള സിനിമയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അർജുൻ അശോകൻ്റെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുള്ള സിനിമ ഭ്രമയുഗമാണ്. രാഹുൽ സദാശിവനാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. നമ്മുടെ ഭൂതകാലം സിനിമയ്ക്ക് ശേഷം വരുന്ന സിനിമയാണ്. ഒരുപാട് പ്രതീക്ഷയുള്ള സിനിമ, പാൻ ഇന്ത്യൻ. അത് ഫസ്റ്റ് ലുക്കോടെ തന്നെ ഞെട്ടിച്ചു കഴിഞ്ഞതാണ്. അതിലേക്ക് പിന്നെ കൂടുതൽ പറയണ്ട. എന്താണ് ഈ ഭ്രമയുഗം പറഞ്ഞ സ്ഥിതിക്ക് ഇനി ഒരാളെ കൂടെയാണ് നമ്മൾ പറയാനുള്ളത്, മമ്മൂക്ക. മമ്മൂക്കയുടെ വരാനിരിക്കുന്ന സിനിമകൾ നമുക്കറിയാം, ഒരു ലിസ്റ്റ് തന്നെയുണ്ട്. ഇപ്പൊ ലാലേട്ടന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ്, വലിയ ഒരു ലിസ്റ്റ് തന്നെയാണുള്ളത്. പക്ഷെ ഇതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമ, അല്ലെങ്കിൽ ഒരു വെറൈറ്റി എന്ന് തോന്നുന്നു, ഭയങ്കരമായിട്ട് വെറൈറ്റി പിടിച്ചിട്ടുള്ളൊരു സിനിമ ഭ്രമയുഗം തന്നെയായിരിക്കും. കാരണം ലുക്കിലും ആ ഒരു ക്യാരക്ടറിന്റെ ലുക്ക് കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായതാണ്. അത് വെച്ചിട്ട്
നമ്മൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ഒരു സിനിമ ഭ്രമയുഗം തന്നെയാണ് മമ്മൂക്ക. ഭ്രമയുഗം. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്, ഇതുമല്ല ഇതൊന്നുമല്ല, ഇതിന്റെയൊക്കെ അപ്പുറം. അതെ. അപ്പൊ എന്താണെങ്കിലും ഇനി കഴിഞ്ഞോ? ഒരുപാട് പേര് ഇനി ഉണ്ടാവാം, വിട്ടുപോയവരുണ്ടാവും. ഇനി ഓർമ്മ കിട്ടുന്നില്ല സത്യമായിട്ട്. കുറെ ഇരുന്ന് ആലോചിച്ചിട്ടാണ് ഇത്രയെങ്കിലും ഒക്കെ ഓർത്ത് വരുന്നത്. അതെ, ഓരോരുത്തരും ഇനി എത്രയോ പേരുണ്ടാവൂലേ. അതെ, ഇനി ഒരുപാട് പേരുണ്ട്. ഓക്കെ, എന്തായാലും നമ്മുടെ ലിസ്റ്റ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പാർട്ട് 2 ഇവിടെ തീരുകയാണ്. ഇനി വേണമെങ്കിൽ നമുക്ക് ഒന്നുകൂടി പാർട്ട് 3 ആയിട്ട് വരാൻ നോക്കാം, എന്തായാലും ശ്രമിച്ചു നോക്കാം. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്, മറ്റുള്ള വിശേഷങ്ങളായിട്ട് ഉടനെ വരാം. ബൈ. ബൈ.